പാപാനി ജന്മാന്തര കൃതാനി ച താനി താനി വിനശ്യന്തി പ്രദക്ഷിണ പതേ പതേ. ഇപ്പോൾ നമ്മൾ ഒരു പ്രദക്ഷിണമാണ് ചെയ്യുന്നത്. നിങ്ങൾ പ്രദക്ഷിണത്തിന് എണ്ണം കൂടിയോണ്ടൊന്നും കുഴപ്പമില്ല കേട്ടോ. നന്നായി ജല്ലിക്കഴിഞ്ഞവരെ പ്രദക്ഷിണം വയ്ക്കാൻ അതിനൊന്നും കുഴപ്പമില്ല. നമ്മൾ ശ്രീകോവിലിന്റെ ചുറ്റുമാണ് പ്രദക്ഷിണം വയ്ക്കണമെന്നുണ്ടെങ്കിൽ ഒരു റൗണ്ട് കഴിഞ്ഞിട്ടാവും. ഇനി രണ്ടാമത്തെ പ്രകൃഷ്ട പാപനാശായ പ്രകൃഷ്ട ഫലസിദ്ധയെ പ്രദക്ഷിണം കരോമി ത്വാ പ്രസീദ പരമേശ്വരി. രണ്ട് പ്രദക്ഷിണം. ഇനി മൂന്നാമത് ഇഹ ജന്മനി യൽ പാപം ജന്മജന്മനി വാകൃതം സപ്രത്യയ അപ്രത്യയാഭ്യ തൽസർവം ശമയതി അസൗ. ഇപ്പൊ നമ്മൾ 3 പ്രദക്ഷിണം വെച്ചു കേട്ടോ. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൂട്ടമായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം വളരെ 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 കൂടുതലാണ്. ഒന്നിച്ച് ചെയ്യുന്നതും കൂട്ടമായിട്ട് ചെയ്യുന്നതും പ്രത്യേകിച്ച് ഈ കലികാലത്തിൽ കൂട്ടമായിട്ടുള്ള പ്രാർത്ഥനകൾക്കും കൂട്ടമായിട്ടുള്ള ജപത്തിനും ഇരട്ടി ഫലമാണ്. നമ്മൾ ഒരാൾ ചെല്ലുമ്പോൾ അങ്ങനെ 100 ആൾ ചെല്ലുമ്പോൾ മന്ത്രത്തിൻ്റെ എണ്ണം 100 അത്രയും ഒരു പവർ, ഒരു ശക്തി ഉണ്ടാവും നമുക്കിവിടെ. ഇനി 3 നമസ്കാരം, 3 പ്രാവശ്യം ഓരോ മന്ത്രം ചൊല്ലിത്തരാം. മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ മുന്നിലേക്ക് നമസ്കരിക്കാൻ സ്ഥലം കുറവാണ്. അങ്ങനെയുള്ളവർ നിലം തൊട്ട് തലയിൽ വെച്ചാൽ മതി. ഒന്ന് കുനിഞ്ഞ് നിലം തൊട്ട് തലയിൽ വെച്ചാൽ മതി. അതിന് പറ്റാത്ത ആൾക്കാർ കുനിയാൻ നിൽക്കണ്ട കേട്ടോ. ഈ വേദന, പുറം വേദനയുള്ളവരൊന്നും അത് ചെയ്യാൻ നിൽക്കണം. ചൊല്ലിക്കോളൂ. സർവമംഗള മംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. നമസ്കരിച്ചു. നമസ്കരിക്കാൻ പറ്റാത്തവരെ ഒന്ന് കുനിഞ്ഞ് നിലനിർത്തി വെച്ചാൽ. ഇനി രണ്ടാമത്തെ ചരാചര ജഗന്നാഥേ സൃഷ്ടി സ്ഥിത്യന്തഹേതവേ ഭക്തപ്രിയേ നമസ്തേസ്തു സർവപാപം ക്ഷമസ്വമേ. നമസ്കരിച്ചു. ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽ പൂജിതം മയാ ദേവി പരിപൂർണം തദസ്തുതേ. നമസ്കരിച്ചു. ആകായ കോടിസൂര്യ സമപ്രഭ നിർവിഘ്നം കുരുമേ ദേവ സർവകാര്യേഷു സർവദാ അഗജാനന പത്മാകം ഗജാനനം അഹർനിശം അനേകദന്തം ഭക്താനാം ഏകദന്തം ഉപാസ്മഹേ. ഗൗരി നല്ലോണം മനസ്സിൽ വിചാരിക്കുക, പ്രാർത്ഥിക്കുക. പിന്നെ നമ്മൾ നമ്മുടെ കോഴിക്കുന്നത്ത് കൃഷ്ണൻ, ഈ ഇവിടെ കൃഷ്ണനാണ് പ്രധാനം. കോഴിക്കുന്ന് ശ്രീകൃഷ്ണൻ്റെ ഭഗവാനാണ് പ്രധാനം. നമ്മൾ ഭഗവാന്റെ സാന്നിധ്യത്തിൽ ഭഗവതിക്ക് പൂജ കഴിക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് തീർച്ചയായിട്ടുണ്ടാവണം. ഭഗവാനെ വിചാരിച്ചിട്ട് പ്രാർത്ഥിക്കുക. അന്യഥ ശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മായി കാരുണ്യ ഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന രണ രോഗാദി ദാരിദ്ര്യ പാപ ക്ഷുഭ അപമൃത്യവ ഭയക്രോധ മനക്ലേശ നശ്യന്തു മമ സർവദാ. നല്ല കൃഷ്ണനെ നല്ല വിചാരിക്കുക. ഇനി
നമ്മളിവിടെ പൂജിച്ചിട്ടുള്ള സാക്ഷാൽ ഭഗവതി പരാശക്തി ഭഗവതിയെ വിചാരിച്ച് ഒരു പ്രാർത്ഥന, വലിയ പ്രാർത്ഥനയാണ് ചൊല്ലിയതിന് ശേഷം നന്നായി പ്രാർത്ഥിച്ചിട്ട് തടസ്സങ്ങളൊക്കെ നീങ്ങാൻ പ്രാർത്ഥിച്ച് ഒന്നുകൂടി നമസ്കരിച്ചിട്ട് അവിടെ തന്നെ ഇരിക്കുക. ഇരുന്നിട്ട് കർപ്പൂരം കത്തിക്കുള്ളൂ, ഇല്ലെങ്കിൽ പിന്നിലൊന്നും അവർക്ക് കാണില്ല കേട്ടോ. ചൊല്ലിക്കോളൂ. ഇതപൂർവം പ്രാണ ബുദ്ധി ദേഹ ധർമാധികാരത ജാഗ്രത് സ്വപ്ന സുഷുപ്തി അവസ്ഥാസു മനസാ വാചാ കർമ്മണ ഹസ്താഭ്യാം പദ്ഭ്യാം ഉദരേണ ശിഷ്ണാഃ യത് സ്മൃതം യദുക്തം യൽകൃതം തൽസർവം ദേവ്യാർപ്പണം ഭവതു. മമ ഉപാത്ത സമസ്ത ദുരിത ക്ഷയ ദ്വാര അസ്മാകം സർവേഷാം കുടുംബാനാം ക്ഷേമ സ്ഥൈര്യ ശൗര്യ വീര്യ വിജയ ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധ്യർത്ഥം സർവപാപ നിവാരണാർത്ഥം സർവദോഷ ശാന്ത്യർത്ഥം സർവശാപ നിവൃത്യർത്ഥം സർവകാര്യ വിജയാർത്ഥം ധർമ്മ അർത്ഥ കാമ മോക്ഷ ചതുർവിധ ഫല പുരുഷാർത്ഥ സിദ്ധ്യർത്ഥം വിശിഷ്യ മഹാദേവി പ്രീത്യർത്ഥം മഹാ പൂജ സമർപ്പയാമി. നല്ല ദേവിയെ സമർപ്പിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ട് നമസ്കരിക്കുക. എന്നിട്ട് അവിടെ തന്നെ ഇരിക്കുക. അവിടെ തന്നെ ഇരുന്നോളൂ. ആ സ്ഥാനത്ത് ഇരുന്നാൽ മതി. ഇരുന്നിട്ട് കർപ്പൂരം കത്തിക്കാം, ഇല്ലെങ്കിൽ ബാക്കിൽ കാണില്ല, അത്രയും ആൾക്കാരുണ്ട്. കർപ്പൂരം കത്തിച്ചതിന് ശേഷം ഇവിടുന്ന് കാണിച്ചു തരും, എല്ലാവരും സ്വീകരിക്കുക. കർപ്പൂരം കത്തിച്ചു കഴിഞ്ഞാൽ ഇവിടെ തന്നെ കാണിച്ചു തരും, എല്ലാവരും സ്വീകരിക്കുക. അത് കഴിഞ്ഞാൽ പൂജ കഴിഞ്ഞാൽ നിങ്ങളിവിടെ എഴുന്നേറ്റാൽ ഈ ഈ രണ്ട് പേനോ വേണ്ട. ചേട്ടാ എല്ലാവരും നമസ്കരിക്കാം.